എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ ആക്ച്വലി ഇന്നത്തെ അനാലിസിസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ ആക്ച്വലി ഈ വീക്കെൻഡ് ഒത്തിരി ബിസി ആയിരുന്നു. സോ അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഇനി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണു. ടൈം ഇത്തിരി ഷോർട്ടായിരുന്നു. സോ എന്തായാലും വീഡിയോ ഇത് ഷോർട്ടായിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് യെസ്, ദേ നോക്കിക്കോ, നമ്മുടെ നിഫ്റ്റി ചാർട്ടാണ് ഫസ്റ്റ്. ഈ സ്ട്രക്ചർ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, റെഗുലർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫ്രഷ് ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇനി ഈ എക്സ്പാൻഡിങ് ട്രയാങ്കിളും എക്സ്പാൻഡിങ് ട്രയാങ്കിളും ഇപ്പോൾ താഴെ നിന്ന് കറക്റ്റ് ഇവിടുന്ന് കറക്റ്റ് മുകളിൽ വരെ ഫുൾ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. റീസൺ എന്താണെന്നൊക്കെ അല്ല ലാസ്റ്റ് വീഡിയോയിലെല്ലാം ഉണ്ട്. കുറച്ച് ന്യൂ വ്യൂവേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ലാസ്റ്റ് വീഡിയോ നോക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഈ ഫുൾ റാലിയുടെ റീസൺ എന്തായിരുന്നു. എന്നിട്ട് ഇപ്പോൾ റെസിസ്റ്റൻസ് എടുത്ത് എന്തിനെ താഴേക്ക് വരുന്നു. ആ ലാസ്റ്റ് വീഡിയോ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2-3 വീഡിയോസ് 1 വീക്കുള്ള ലാസ്റ്റ് വീഡിയോസിന് ഫുള്ള് ഇങ്ങനെ എക്സാക്ട്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ സ്മോൾ ടൈം ഫ്രെയിമിൽ വരാം. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് വീഡിയോയിൽ ഇവിടുന്ന് 1, 2, 3, 4 and 5 മൂവ്സ് ആണ് നമ്മൾ ഫുള്ള്. ആൻഡ് ദെൻ ഫുള്ളി ഞങ്ങൾ പറഞ്ഞായിരുന്നു നമ്മുടെ 5 മൂവ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി മൂവ് താഴേക്ക് വരേണ്ടതാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുത്ത റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മുടെ എക്സാക്ട്ലി 23,600 ആണ് ഞാൻ കൊടുത്തത്. ഓക്കെ, 600, 630 അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തത്. സോ എൻ്റെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ വരെ പോയിട്ട് പിന്നെ പീനിയൻ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പ്രൈസ് ഫോൾ ചെയ്യും. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്സാക്ട്ലി കറക്റ്റ് പ്രൈസ് എൻഡിങ്. നമ്മുടെ പാറ്റേൺ ഫൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പാറ്റേൺ ഇല്ലിയറ്റ് വേവിൻ്റെ അങ്ങനെയാണ് പാറ്റേൺസ്. എക്സാക്ട്ലി ആ പാറ്റേൺ ഫൈൻഡ് ചെയ്താൽ അത് കഴിഞ്ഞിട്ടാണ് ആ ഫോൾ വരുള്ളൂ. അതാണ് എൻഡിങ് നമ്മുടെ ഈ പാറ്റേണിൻ്റെ ഒരു പാറ്റേൺസിൻ്റെ ബെനിഫിറ്റ് അതാണ്. ഓക്കെ, സോ എൻഡിങ് ഡയൽ പാറ്റേണായി എന്നെ എക്സാക്ട്ലി ഇത് ഫോളോ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ ഫാസ്റ്റ് അതിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് ഇപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ, മുകളിൽ കാണുന്ന ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ആണ് 23,630. ഓക്കെ, പിന്നെ ഇത് ഈ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതാണ് 23,300 ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് ഇന്ന് ആ ഒരു ചാനലിൻ്റെ അവിടെ നിന്നാണ് ഇവർ സപ്പോർട്ട് എടുത്തത്. കണ്ടോ, ഇത് എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തൊക്കെ ഇവർ ഇങ്ങനെയാണ് എക്സാക്ട്ലി. സോ ഇപ്പം സ്റ്റിൽ ആ ഒരു ചാനലിൻ്റെ അതിൽ തന്നെ ഇനി ഫർദർ ഇനി ബ്രേക്ക് ഡൗൺ ആവേണ്ടതാണ്, ബ്രേക്ക് ഡൗൺ ആവണം. ഓക്കെ, സോ ഇനി താഴേക്ക് മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഫുള്ള് നമ്മൾ 5 മൂവ് കഴിഞ്ഞാൽ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ താഴേക്ക് 1, 2, 3, 4 and 5 കഴിഞ്ഞാൽ ഇനി ഫർദർ താഴേക്ക് ഫോളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫെബ്രുവരി ട്രേസ്മെൻ്റ് എടുക്കാം. ഇത് ഫുള്ള് ഇനി 5 മൂവ് കഴിഞ്ഞാൽ ഇനി ഒരു എ ആയി. ഇത് എന്താ പറയേണ്ടത്? എ. ഇനി ബി ആണ് നമ്മൾ നോക്കാം. ബി മീൻസ് അത് ഫോളിലേക്ക് വരേണ്ടതാണ്. ഈ ഫോളാണ് വരേണ്ടത്. ഓക്കെ, ഫോൾ വരുമ്പോഴത്തേക്ക് ഇതേ അതിലേക്ക് വരുന്നത് നമ്മുടെ ഈ ഇത്രയ്ക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലെവൽസ് കണ്ട. എക്സാക്ട്ലി ആ മുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ റേഷ്യോ ഉണ്ടല്ലോ കണ്ട 38.20 കറക്റ്റ്. അത് ഇവിടെ റെസ്പെക്ട് ചെയ്തിരുന്നതാണ് ലാസ്റ്റ് എടുത്ത് 23,310 ഇയർ. ഓക്കെ, സോ ഇനി ഫോൾ ശരിക്കും എക്സാക്ട്ലി ഈ ഫോൾ ഇവിടെ 61.80 to 81% വരേണ്ടതാണ്. ഇവിടെ വരെ വരേണ്ടതാണ് ഈ ഫോൾ. ഓക്കെ, ഈ 2 റേഷ്യോയുടെ അകത്ത് അതും ആക്ച്വലി അത് ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കുള്ളൂ. നമ്മുടെ ഈ റേഷ്യോയിൽ വന്നാൽ ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേട്ടോ. അത് പ്രൈസ് താഴേക്ക് വന്നാൽ അപ്പോൾ SL എന്തായിരിക്കും? SL ഈ ഇപ്പം അടിച്ച ഇത്ര മീൻസ് ലാസ്റ്റ് 2 വീക്ക് മുന്നേ അടിച്ചാറുള്ളൂ. ദാറ്റ് മീൻസ് 22,719 ഇയർ അതായിരിക്കും ഓവറോൾ SL. ഓക്കെ, സോ ഈ ഏരിയ വന്ന ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, പേടിക്കേണ്ട. ഐ ഹോപ്പ്. പിന്നെ ഇത് ASL പോയില്ലെങ്കിൽ വീണ്ടും പ്രൈസ് മുകളിലേക്ക് തന്നെ പോവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അന്ന് ഡിസ്കസ് ചെയ്തത് എന്നാണ് ഇത് ഫുള്ള് ഇനി ബോട്ടം അടിച്ചിരുന്നതാണ്. ഓക്കെ, സോ ഈ ബോട്ടത്തിൻ്റെ ഈ ലോ SL ആയിരിക്കും. ഇത് ബ്രേക്ക് ആയില്ലെങ്കിൽ, ഇത് പൊട്ടിയില്ലെങ്കിൽ ഫർദർ അപ്സൈഡ് തന്നെയാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി സ്ട്രക്ചറിൽ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. താഴേക്ക് വരണം. ഓക്കെ, പ്രൈസ് താഴേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ABC ഒന്ന് കാണിച്ചു തരാം. ABC ഇവിടുന്ന് ഈ പോർഷൻ A ആയി B താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, പിന്നെ C നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് താഴേക്ക് വരട്ടെ, പിന്നെയാണ് നമ്മൾ സി
ഈ നമ്മളിപ്പോൾ മുകളിലേക്ക് പോകേണ്ടതാണ് ആക്ച്വലി. അതെപ്പോഴാണ് ആ എസ് എൽ പോയില്ലെങ്കിൽ കേട്ടോ, ഏത് ഈ താഴത്തെ ഈ എസ് എൽ പോയില്ലെങ്കിൽ അപ്പോൾ ഇവിടെ വരുമോ ഓർ ഇവിടെ വരുമോ അതാണ് നമുക്ക് നോക്കാനുള്ളത്. എവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നു അതാണ് നോക്കാനുള്ളത്. ഓക്കെ, ബട്ട് ഈ എസ് എൽ പോകാൻ പാടില്ല, വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്, അങ്ങനെ മാത്രമേ എടുക്കാവുള്ളൂ. ഇപ്പോൾ സ്ട്രിക്ട്നെസ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. സോ പ്ലീസ് ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് അഡ്വൈസ് ചെയ്ത് മാത്രമേ ബാക്കി എന്തെങ്കിലും ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കാവുള്ളൂ. ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്, ലേണിംഗ് ബേസ് മാത്രമേ ഇത് എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രക്ചർ ഇതായിരുന്നു എക്സ്പാൻഡ് ട്രയാങ്കിളുടെ. ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഫർദർ മൂവ് മുകളിലേക്ക് ഉള്ളതാണ്. ബട്ട് നിഫ്റ്റി കാരണം ചിലപ്പോൾ കാരണം എക്സ്പാൻഡ് ട്രയാങ്കിൾ ടച്ച് ആയിട്ടില്ല അവിടെ. ഓക്കെ, അതൊക്കെ ഞാൻ ബാങ്ക് നിഫ്റ്റി ഇതും ഡിലീറ്റ് ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് നമുക്ക് ഫാസ്റ്റ്ലി എന്തെങ്കിലും ബാങ്ക് നിഫ്റ്റി നമ്മൾ എത്ര മൂവായി 1 2 ഇത് ഫുൾ നമ്മൾ 3 and 4 അതന്നെ. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചുകൂടി താഴേക്ക് വന്നാലേ അതിൽ വീണ്ടും ബൈ ആയിരിക്കും. നമുക്ക് സപ്പോർട്ട് ഡിസ്കസ് ചെയ്യാം. സപ്പോർട്ട് ഈ ഒരു ലോ. ഓക്കെ, ഈ ഒരു ലോ സപ്പോർട്ടാണ്. ദെൻ ഗ്യാപ്പ് ഫില്ലിങ്. ഓക്കെ, പിന്നെ ഇത് രണ്ട് ഇൻഡെക്സിൽ ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് അടിച്ച ഹൈ ഒക്കെ എല്ലാം ലോ എസ് എൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ എസൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. 1 2 ഇത് ഫുൾ 3 and 4. അപ്പോൾ ഇതിലിപ്പോൾ 4 ആണ്. ഫോർദർ ഫോൾ മേ ബി വരാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബ് വെച്ചിട്ട് തന്നെ നോക്കണം ഇത്. അപ്പോൾ രണ്ട് ഇൻഡെക്സ് ഫോൾ തന്നെയാണ് കാണിക്കുന്നത് താഴേക്ക് തന്നെ. യെസ്, കണ്ട ഇനിയും ഇവിടെ കറക്റ്റ് നമ്മുടെ 50% റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കണ്ട ഇവിടെ അതാണ് ലാസ്റ്റ് 50% റെസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിബോ ഞാനിപ്പോൾ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യുന്നു. സോ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഫർദർ ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വരാം. ഏതാ ഈ 48,900 ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇനി ഏരിയയിൽ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് കയറേണ്ടതാണ് ബാങ്ക് നിഫ്റ്റി ഓൾസോ. ഓക്കെ, ഇപ്പം ഞാൻ താഴേക്കാണ് നോക്കുന്നത്. ബട്ട് രണ്ട് ഇൻഡെക്സിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അബവ് സസ്റ്റെയിനാൽ ദാറ്റ് മീൻസ് തേർഡ് വേവ് സ്റ്റാർട്ടായി എന്ന് വിചാരിച്ചു. മനസ്സിലായോ? ഇത് ഈ അടിച്ച ഹൈ നിഫ്റ്റിയിൽ ലാസ്റ്റ് ഡേ അടിച്ച ഹൈ ബാങ്ക് നിഫ്റ്റിയിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ദാറ്റ് മീൻസ് സസ്റ്റെയിൻ ആവണം. വെറുതെ ചുമ്മാ ഡബിൾ ടോപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ താഴേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം. ഒരു 15 minutes ക്യാൻഡിൽ മിനിമം ഇവിടെ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം. എന്നിട്ട് നമുക്ക് ഫർദർ മൂവ് നോക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തേർഡ് വേവ് അല്ല. തേർഡ് വേവ് വരുന്ന മുന്നേ ഇതിനകത്ത് 2 മറ്റേ ഇതുണ്ടാവണമല്ലോ, 3 മൂവിൻ്റെ ഫോൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ 1 2 മുകളിലേക്ക് പോയി 3 താഴേക്ക് തന്നെ പറയുന്നത് മൂവ്സിലേക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ന്യൂ വ്യൂവേഴ്സ് ഉണ്ട്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പ്ലീസ് എല്ലിയറ്റ് വേവിൻ്റെ വീഡിയോ കാണുന്ന പ്ലേലിസ്റ്റും ഉണ്ടാവും കേട്ടോ. എല്ലിയറ്റ് വേവിൻ്റെ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റും ഉണ്ടാവും. സോ അത് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഈ മൂവ്സ് ആൻഡ് വേവ്സ് ഞാൻ എന്താ പറയണത് അത് കുറച്ച് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി വേഗം സെൻസെക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെൻസെക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 1 2 3 4. സെൻസെക്സ് ഓൾമോസ്റ്റ് നമ്മുടെ നിഫ്റ്റി പോലെ തന്നെയാണ് മൂവ് ചെയ്യാറുള്ളൂ. അതും ചാനൽ തന്നെയാണ്. എക്സ്പ്ലനേഷൻ വീഡിയോ ഇന്ന് ഞാൻ ഫ്രീ ആയിരിക്കും. സോ ഇന്നത് ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഫുൾ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും കാര്യങ്ങളൊക്കെ. യെസ്, ഇതാണ് സെൻസെക്സിൻ്റെ ആ അടിച്ച ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ ബ്രേക്ക് ചെയ്ത സപ്പോർട്ട് വരുന്നത് ഈ ഏരിയ ആയിരിക്കും. സപ്പോർട്ട് എല്ലാവരും ഗ്രീൻ ആൻഡ് റെസിസ്റ്റൻസ് റെഡ് ആക്കി മാർക്ക് ചെയ്യണം. യെസ്, ആൻഡ് ദെൻ ഇത് സെൻസെക്സ് ഹെവി വെയിറ്റ് ആണ്. ദാറ്റ് മീൻസ് നല്ല പോലെ മൂവ് ചെയ്യാറുണ്ട് 1000 പോയിൻറ്റ്സ്. അതുകൊണ്ടാണ് കൂടുതൽ ലെവൽ സെൻസെക്സ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. സെൻസെക്സ് നമ്മൾ നോക്കുകയാണെങ്കിലുള്ളൂ ഫുള്ള് ചാനൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ, ഈ ലെവലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ താഴേക്ക് തന്നെ, അതുപോലെ നിഫ്റ്റി തന്നെ ആയിട്ട് തന്നെയാണ്. സോ 77,000 ബ്രേക്ക് ആയാൽ then താഴേക്ക് തന്നെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ ആ താഴത്തെ ട്രേഡ് ഇതിൻ്റെ ബില്ല് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഇതിന് കഴിഞ്ഞിട്ട് താഴേക്ക് വരുള്ളൂ 77,000 കറക്റ്റ് ഈ റൗണ്ട്. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ ബ്രേക്ക് ഡൗണുമായി ഈ സപ്പോർട്ട് ഇവിടെ ഒത്തിരി തവണ കണ്ട സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ. അതിൻ്റെ ബ്രേക്ക് ഡൗൺ കൂടി കിട്ടുന്നത് അപ്പോഴാണ് നമുക്ക് താഴേക്ക് ട്രേഡ് തന്നെ. ഞാൻ താഴേക്ക് തന്നെ ട്രേഡ് എടുക്കുകയുള്ളൂ. ബട്ട് ഇവിടെ വന്നാൽ ഞാൻ ഈ ഏരിയയിൽ മനസ്സിലായോ, ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യും. നമ്മൾ താഴേക്ക് പിന്നെ നോക്കാൻ പാടില്ല. ഇവിടുന്ന് റിവേഴ്സൽ
ഉണ്ടെങ്കിൽ അത് മാത്രമേ പ്ലേ ചെയ്യാവൂ. താഴെ വന്നാൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.